ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ടാറ്റ പഞ്ച് EVയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു. അതിൽ ടാറ്റയുടെ ജനറേഷൻ 2 ആർക്കിടെക്ചർ അഥവാ Activ.ev എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ചും പറഞ്ഞിരുന്നു. ടാറ്റയുടെ പുതിയ EVകൾ നിർമ്മിക്കുന്നത് ആ പുതിയ പ്ലാറ്റ്ഫോമിലാണ്. അപ്പം ആ പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. എന്താണ് Activ.ev? അതിൽ വരാനിരിക്കുന്ന ടാറ്റയുടെ ഇനി 5 ഇലക്ട്രിക് വെഹിക്കിൾ ഏതൊക്കെയാണ് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റയുടെ പുതിയ EV നിർമ്മിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടാണ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ടാറ്റ പഞ്ച് EV ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിരിക്കേണ്ടതൊന്ന് നല്ലതാണ്. ടാറ്റ പഞ്ച് EV ബുക്ക് ചെയ്ത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊന്ന് കൂടുതൽ അറിയാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. Activ.ev എന്തെന്നാൽ അഡ്വാൻസ്ഡ് കണക്റ്റഡ് ടെക് ഇന്റലിജന്റ് ഇലക്ട്രിക് വെഹിക്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ടാറ്റയുടെ ഇനി വരാൻ പോകുന്ന ഭാവി മോഡലുകൾക്ക് അടിത്തറയിടുന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ആദ്യത്തെ SUV കൂടിയാണ് ടാറ്റ പഞ്ച് EV. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടാറ്റയുടെ വിവിധ ബോഡി ശൈലിയിലുള്ള 5ലേറെ EVകൾ ഈ പ്ലാറ്റ്ഫോമിൽ ഒരുങ്ങുകയാണ്. 18 മാസം കൊണ്ട്, അതായത് 1.5 വർഷം കൊണ്ട് 5 EVകൾ ഈ പ്ലാറ്റ്ഫോമിൽ വരുമെന്ന് പ്രൊമോഷൻ വീഡിയോയിൽ ടാറ്റ വ്യക്തമാക്കി. വരാൻ പോകുന്ന കർവ്, സിയറ, ഹാരിയർ EVകൾ ഈ പ്ലാറ്റ്ഫോമിലാകും വരിക. മികച്ച കാര്യക്ഷമത, പ്രായോഗികത, മികച്ച ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്നിവ പ്രാപ്തമാക്കുന്നതായിരിക്കും ടാറ്റയുടെ പുതിയ മെയ്ഡ് ഇൻ ഇന്ത്യ ആർക്കിടെക്ചർ എന്നാണ് ടാറ്റ പാസഞ്ചർ ഇലക്ട്രിക് മൊബിലിറ്റി ചീഫ് പ്രോഡക്റ്റ് ഓഫീസർ ആനന്ദ് കുൽക്കർണി പറയുകയുണ്ടായി. ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് എന്താണ് ലഭിക്കേണ്ടതെന്ന അടിസ്ഥാന ആശയം ടാറ്റ മോട്ടോഴ്സ് വിശദമാക്കിയിട്ടുണ്ട്. ടാറ്റയുടെ നിലവിലുള്ള നെക്സോൺ, ടിയാഗോ എന്നിവയിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ ആക്റ്റീവ് പ്ലാറ്റ്ഫോം കമ്പനി വികസിപ്പിച്ചെടുത്തത്. പുത്തൻ EVകൾ ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് ഉറപ്പാക്കാൻ അഡ്വാൻസ്ഡ് ടെക്നോളജി മാത്രമല്ല, സോഫ്റ്റ്വെയർ അധിഷ്ഠിത സവിശേഷതകൾ കൂടി ഇവയിൽ ഉൾക്കൊള്ളിക്കുമെന്ന് കുൽക്കർണി പറഞ്ഞു. ഒപ്റ്റിമൈസ്ഡ് ബാറ്ററി പാക്ക് ഡിസൈൻ, ആഗോള നിലവാരത്തിൽ പരീക്ഷിച്ച വിപുലമായ സെല്ലുകൾ എന്നിവ EVയുടെ എനർജി ഡെൻസിറ്റി 10% പുരോഗതി കൈവരിക്കുന്നു. 300 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്ന ബാറ്ററി പാക്കുകളും ഒപ്പം ടാറ്റ വാഗ്ദാനം ചെയ്യുന്നു. ഓൾ വീൽ ഡ്രൈവ്, റിയർ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് എന്നീ കോൺഫിഗറേഷനുകളിൽ തിരഞ്ഞെടുക്കാനും അനുവദിക്കുന്നു. മാത്രമല്ല AC ഫാസ്റ്റ് ചാർജിങ്ങിനായി 7.2 കിലോവാട്ട് മുതൽ 11 കിലോവാട്ട് വരെ ശേഷിയുള്ള ഓൺബോർഡ് ചാർജറുകളുള്ള ഈ പ്ലാറ്റ്ഫോമിൽ വരുന്ന EVകൾ പിന്തുണയ്ക്കുന്നു. 150 കിലോവാട്ട് DC ചാർജിങ്ങിനും ഇത് പിന്തുണയ്ക്കുന്നുണ്ട്. G NCAP, B NCAP സേഫ്റ്റി പ്രോട്ടോകോളുകൾ പാലിക്കുന്ന ദൃഢമായ ബോഡി സ്ട്രക്ചർ ഉള്ള വിവിധ ബോഡി ശൈലിയിലുള്ള മോഡലുകൾ ഉൾക്കൊള്ളുന്ന ശൈലിയിലാണ് ഈ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. സുരക്ഷയിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് ശക്തമായ ഷാസി ഉള്ളതിനാൽ ടാറ്റ കാറുകൾക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്കേറ്റ് ബോർഡ് ഡിസൈൻ കാരണം ഇത് ക്യാബിനിൽ കൂടുതൽ സ്പേസ് നൽകുന്നതിനൊപ്പം സ്റ്റോറേജിനും മുൻഗണന നൽകുന്നു. ബാറ്ററി ഫ്ലോറിൽ സ്ഥാപിക്കുന്നതിനാൽ ബൂട്ടും ഫ്രങ്കും കൂടുതൽ സ്പേഷ്യസ് ആയിരിക്കും. എൻഹാൻഡ് കമ്പ്യൂട്ടിംഗ് കേപ്പബിലിറ്റികളും അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റങ്ങളും ഇതിൽ സജ്ജീകരിക്കാൻ സാധിക്കുന്നതിനാൽ മികച്ച സേഫ്റ്റി നാവിഗേഷനും ഇത് നൽകും. ഫ്യൂച്ചറിസ്റ്റിക് ആയ കേപ്പബിൾ കൗഡ് ആർക്കിടെക്ചറിലാണ് പുതിയ പ്ലാറ്റ്ഫോം നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. കൂടാതെ സോഫ്റ്റ്വെയറിനും മറ്റ് സവിശേഷതകൾക്കുമായി വിപുലമായ ഓവർ ദി എയർ അപ്ഡേറ്റുകളും കമ്പനി സുഗമമാക്കുന്നു. വാഹനം അപ്ഡേറ്റായി തുടരാനും കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ വരുത്താനും ഇതുവഴി സാധിക്കുന്നു. 5G റെഡിനെസ് ഉപയോഗിച്ച് പുതിയ ആർക്കിടെക്ചർ വിപുലമായ നെറ്റ്വർക്ക് വേഗതയും തടസ്സമില്ലാത്ത കണക്ടിവിറ്റിയും സുഗമമാക്കുന്നു. വെഹിക്കിൾ ടു ലോഡ്, വെഹിക്കിൾ ടു വെഹിക്കിൾ എന്നീ സാങ്കേതികവിദ്യയും ഇത് സജ്ജമാക്കുന്നു. അടുത്ത വർഷം മാരുതി സുസുക്കി അവരുടെ കന്നി EV പുറത്തിറക്കാൻ പോവുകയാണ്. ടെസ്ല, ഫോക്സ്വാഗൺ എന്നീ കമ്പനികളും ഇന്ത്യയിൽ EVകൾ വിൽപ്പനയ്ക്കെത്താൻ പോവുകയാണ്. ആ സാഹചര്യത്തിലാണ് ടാറ്റ കൂടുതൽ ആക്റ്റീവ് ആകുന്നത് തന്നെ. ഇതാണ് ടാറ്റയുടെ Activ.ev കുറിച്ചുള്ള വിവരണം. നമുക്കിനി ടാറ്റയുടെ വരാൻ പോകുന്ന 5 EVകൾക്കായി കാത്തിരിക്കാം. ഏവർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.